Network News is brought to you in association with Malabar Gold and Diamonds. Celebrate the beauty of life. Kalarakal's Gold Park, Payyannur. പയ്യന്നൂർ റൂറൽ ബാങ്ക് വിശ്വാസ്യതയുടെ സേവനത്തിന്റെ 70 വർഷങ്ങൾ. ഫർണിച്ചർ സെന്റർ പയ്യന്നൂർ നിങ്ങളോടൊപ്പം. വിദ്യാമന്ദിർ കോളേജ് താഴത്തുവയൽ പെരുമ്പ പയ്യന്നൂർ. വിദ്യാമന്ദിർ കോളേജ് ഗാന്ധി പാർക്കിന് സമീപം പയ്യന്നൂർ. തദ്ദേശ തെരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രികാ സമർപ്പണം പൂർത്തിയായി. നെറ്റ്വർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. കാണാം പ്രധാന വാർത്തകൾ. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ LDFിലെ 2 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 9ാം വാർഡിലെ EC സതിയും 11ാം വാർഡിലെ K പത്മിനിയുമാണ് എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. പയ്യന്നൂർ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും UDF സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം പൂർത്തിയാക്കി. പയ്യന്നൂരിൽ ആം ആദ്മി പാർട്ടിയും തിരഞ്ഞെടുപ്പ് ഗോതയിൽ. പ്രതിഷേധം ശക്തമാക്കി DYFI. പാലാരിവട്ടപ്പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇബ്രാഹിം കുഞ്ഞിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തൃക്കരിപ്പൂരിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ കോലം കത്തിച്ചു. ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത് ഇടത് സർക്കാരിന്റെ പ്രതികാര നടപടിയെന്ന് UDF. പ്രതിഷേധിച്ച് UDF തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളും വർഗീയവാദികളും മുഖംമൂടിയഴിഞ്ഞ് ഇടതുപക്ഷത്തെ നേരിടാനെത്തുമെന്ന് നമുക്കറിയാം. ഇത്തവണയും തെക്ക് പാലാ മുതൽ വടക്ക് മഞ്ചേശ്വരം വരെയുള്ള സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥന കരിവള്ളൂർ രാജന്റെ ശബ്ദത്തിലൂടെ. തെരഞ്ഞെടുപ്പ് കാലം കൂടിയെത്തിയതോടെ അനൗൺസ്മെന്റ് രംഗത്തെ കുലപതി കരിവള്ളൂർ രാജന്റെ പ്രചരണ ശബ്ദം മുഴങ്ങിത്തുടങ്ങി. കോവിഡ് നിയന്ത്രണങ്ങളിൽ ജീവിതതാളം തെറ്റി സംഗീത മേഖലയിലെ കലാകാരന്മാർ. കഴിഞ്ഞ 8 മാസക്കാലമായി വരുമാനം നിലച്ചതോടെ കലാകാരന്മാരിൽ വലിയൊരു വിഭാഗം തീരാ ദുരിതത്തിൽ. 5 വിദ്യാർത്ഥികളെങ്കിലും ഉൾപ്പെടുത്തി വിദ്യാലയം പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് സംഗീത നൃത്തരംഗത്തെ കലാകാരന്മാർ. കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം വ്യാപകമാവുന്നു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ മാത്രം 100ഓളം പശുക്കൾക്ക് രോഗബാധയുണ്ടെന്ന് കണക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ പൂർണ്ണകായ ശില്പമൊരുക്കി പ്രശസ്ത ശില്പി ചിത്രൻ കുഞ്ഞിമംഗലം. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ചിത്രവും ചിഹ്നവും പേനയിൽ ഉൾപ്പെടുത്തി പുതിയ വിപണന രീതി കണ്ടെത്തി ഭിന്നശേഷിക്കാർ. വാർത്തകൾ വിശദമായി. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിലെ 2 വാർഡുകളിൽ LDFന് എതിരാളികളില്ല. കാണാം ജനവിധി 2020. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ LDFിലെ 2 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 9ാം വാർഡിലെ EC സതിയും 11ാം വാർഡിലെ K പത്മിനിയുമാണ് മത്സര രംഗത്ത് എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്ത് എന്നും LDFന്റെ ശക്തി കേന്ദ്രങ്ങളിൽ ഒന്നായിരുന്നു. പഞ്ചായത്തിന്റെ നാളിതുവരെയുള്ള ചരിത്രത്തിൽ ഒരിക്കൽ പോലും CPMന്റേതല്ലാത്ത ഒരാൾ ഭരണസമിതിയിലെത്തിയിട്ടില്ല. ഇപ്പോഴത്തെ തെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രിക നൽകേണ്ട അവസാന ദിവസം കടന്നുപോകുമ്പോൾ LDFിലെ 2 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത് സ്ഥാനാർത്ഥികൾക്ക് മാത്രമല്ല പ്രവർത്തകർക്കും നാട്ടുകാർക്കും ഇരട്ടി മധുരമായി. 7ാം വാർഡ് കരിങ്കുഴിയിൽ നിന്നും എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ട EC സതി ആദ്യമായാണ് മത്സരരംഗത്തെത്തുന്നത്. കന്യാംഗത്തിൽ തന്നെ പഞ്ചായത്ത് അംഗമായി തെരഞ്ഞെടുക്കപ്പെട്ട സതി നാട്ടുകാർക്ക് പ്രിയങ്കരിയാണ്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി 9ാം വാർഡ് കരിങ്കുഴിയിലേക്കാണ് ഞാൻ മത്സരിക്കാൻ വേണ്ടി നിന്നത്. അതിലെതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടതിൽ വളരെയധികം സന്തോഷിക്കുന്നു. പിന്നെ ഞാൻ
എല്ലാവരും എന്നെ നല്ല ഒരു സപ്പോർട്ട് തന്നിട്ടാണ് ഞാൻ ഈ സ്ഥാനത്തേക്ക് മത്സരിക്കാൻ വേണ്ടി തന്നെ നിന്നത്. 11ാം വാർഡിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട കെ പത്മിനി പഞ്ചായത്തിലെ ഏവർക്കും സുപരിചിതയാണ്. പാർട്ടിയുടെ ജനകീയ മുഖങ്ങളിലൊന്നാണ് കെ പത്മിനി. ഇതിനു മുൻപ് പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും മത്സരിച്ച ചരിത്രമുണ്ട് ഇവർക്ക്. LDF അധികാരത്തിലെത്തുകയാണെങ്കിൽ കെ പത്മിനി പഞ്ചായത്ത് ഉപാധ്യക്ഷയാവാനാണ് സാധ്യത. വർഷങ്ങളോളമായി ഈ പാർട്ടിയിൽ സജീവമായി പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഇതിനു മുമ്പ് പഞ്ചായത്തിൽ മത്സരിച്ചിട്ടുണ്ട്. അതേപോലെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ വൈസ് പ്രസിഡൻ്റായി മത്സരിച്ചിട്ടുണ്ട്. അപ്പോൾ വീണ്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്നെ സ്ഥാനാർത്ഥിയാക്കാൻ തീരുമാനിക്കുകയും അതിൻ്റെ ഭാഗമായി ഇന്നാണ് നോമിനേഷൻ്റെ അവസാന ദിവസം. അപ്പോൾ ഇതുവരെ ആരും തന്നെ നോമിനേഷൻ കൊടുത്തില്ല. എതിരാളികളാരും തന്നെ ഇല്ല എന്ന് മനസ്സിലാക്കി. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. പയ്യന്നൂർ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും UDF സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം പൂർത്തിയാക്കി. വിവിധ വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ദിവസം പത്രികാ സമർപ്പണം നടത്തിയിരുന്നു. വ്യാഴാഴ്ച മറ്റു വാർഡുകളിലെ സ്ഥാനാർത്ഥികൾ കൂടി പത്രിക സമർപ്പിച്ചതോടെയാണ് നഗരസഭയിലെ UDF പത്രികാ സമർപ്പണം പൂർത്തിയായത്. ഇതോടെ വരും ദിവസങ്ങളിൽ പ്രചരണ രംഗം കൂടുതൽ സജീവമാകും. പയ്യന്നൂർ നഗരസഭയിൽ UDF പത്രികാ സമർപ്പണം പൂർത്തിയാക്കി. ചില വാർഡുകളിലെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയ സാഹചര്യത്തിലാണ് ബുധനാഴ്ച വൈകിട്ടോടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയാക്കി വ്യാഴാഴ്ചയോടെ മുഴുവൻ സ്ഥാനാർത്ഥികളും പത്രികാ സമർപ്പണം നടത്തിയത്. പത്രിക സമർപ്പിക്കാനുള്ള അവസാന തീയതി നവംബർ 19 നവംബർ 20 വെള്ളിയാഴ്ച മുതൽ സൂക്ഷ്മ പരിശോധന ആരംഭിക്കും. പത്രിക പിൻവലിക്കാനുള്ള അവസാന തീയതി നവംബർ 23 നഗരസഭയിൽ പത്രിക സമർപ്പിക്കാൻ ബാക്കിയുണ്ടായിരുന്ന വാർഡുകളിലാണ് UDF വ്യാഴാഴ്ച പത്രികാ സമർപ്പണം നടത്തിയത്. വാർഡ് 4 EP ശ്യാമള, വാർഡ് 16 ബിജു തായത്തുവയൽ, വാർഡ് 22 M സുമോദ്, വാർഡ് 24 സജിത കരിമ്പിൽ, വാർഡ് 25 ജനാർദ്ദനൻ കുറുവാട്ടിൽ, വാർഡ് 29 ദിവ്യ S, വാർഡ് 33 നിസാർ AM, വാർഡ് 42 CH യാസിൻ, വാർഡ് 43 N ഗീത എന്നിവരാണ് വ്യാഴാഴ്ച പത്രിക സമർപ്പിച്ച UDF സ്ഥാനാർത്ഥികൾ. പത്രികാ സമർപ്പണം പൂർത്തിയായതോടെ വരും ദിവസങ്ങളിൽ പയ്യന്നൂർ നഗരസഭയിലെ പോരാട്ടവേദികൾ സജീവമാകും. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. പയ്യന്നൂരിൽ ആം ആദ്മി പാർട്ടിയും തിരഞ്ഞെടുപ്പ് ഗോതയിൽ. 17ാം വാർഡായ ആശുപത്രി വാർഡിൽ നിന്നാണ് VK അമർനാഥ് AAP സ്ഥാനാർത്ഥിയായി ജനവിധി തേടുന്നത്. തദ്ദേശ തിരഞ്ഞെടുപ്പിൽ സാന്നിധ്യം അറിയിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആം ആദ്മി പാർട്ടിക്ക് വേണ്ടി VK അമർനാഥ് ജനവിധി തേടുന്നത്. വ്യാഴാഴ്ച നാമനിർദ്ദേശ പത്രികയും സമർപ്പിച്ചു. മറുവശത്ത് പ്രധാന രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടി പ്രമുഖരും രാഷ്ട്രീയ പാരമ്പര്യമുള്ള നേതാക്കളും ഉണ്ടെങ്കിലും വിജയപ്രതീക്ഷയിലാണ് അമർനാഥും. എന്ന് പറയുമ്പോൾ ഇലക്ഷന് മാത്രം വന്ന് കൂടുന്ന ഒരു വോട്ടഭ്യർത്ഥിക്കാൻ മാത്രം ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ആൾക്കാരല്ലാതെ ജനങ്ങളുടെ ഇടയിൽ നിരന്തരമായി ഇടപഴകുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്കൊന്നിച്ച് സഞ്ചരിക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള ആൾക്കാരെ ജനങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ജില്ലയിൽ തന്നെ വളരെ ചുരുക്കം വാർഡുകളിൽ മാത്രമാണ് AAP മത്സരിക്കുന്നത്. മാറി മാറി വന്ന സർക്കാരുകൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നില്ലെന്നും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ നടപ്പാക്കേണ്ടിയിരിക്കുന്നുവെന്നും അമർനാഥ് പറഞ്ഞു. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. തൃക്കരിപ്പൂർ പഞ്ചായത്ത് 8ാം വാർഡിൽ BJPയുടെ ആഭിമുഖ്യത്തിൽ പ്രചരണ പരിപാടികൾ ആരംഭിച്ചു. BJP സ്ഥാനാർത്ഥി A. രാജീവൻ തെരഞ്ഞെടുപ്പ് പര്യടനം ഉദ്ഘാടനം ചെയ്തു. തൃക്കരിപ്പൂർ പഞ്ചായത്ത് 8ാം വാർഡിൽ വലിയ വിജയപ്രതീക്ഷയോടെയാണ് BJP തെരഞ്ഞെടുപ്പ് പര്യടനം ആരംഭിച്ചത്. നാടിന്റെ വളർച്ചയ്ക്ക് വികസന സ്വപ്നങ്ങൾ പൂർത്തീകരിക്കുവാൻ കഴിവിന്റെ പരമാവധി പ്രയോജനപ്പെടുത്തുമെന്ന് BJP സ്ഥാനാർത്ഥി A. രാജീവൻ പറഞ്ഞു. കഴിഞ്ഞ കാലയളവിൽ നമ്മുടെ ഈ വാർഡിലുള്ള റോഡുകളും അതുപോലെ തന്നെ ഒരു റോഡ് ടാർ ചെയ്ത് 1 മാസത്തിനുള്ളിൽ വീണ്ടും അത് അതേ രീതിയിലാവുന്ന രീതിയിലാണ് ഈ റോഡ് പ്രവർത്തനം നമ്മൾ കണ്ടുവരുന്നത്. അതിനൊരു അറുതി ഉണ്ടാക്കാൻ എന്നാൽ കൃത്യമായ രീതിയിൽ ആ റോഡ് പണി ചെയ്ത് നാട്ടുകാർക്ക് ഉപകാരപ്രദമായ രീതിയിൽ ചെയ്യുന്നതിന് വേണ്ടിയും അതുപോലെ കുടിവെള്ള പ്രശ്നം, നാട്ടിലെ കുടിവെള്ള പ്രശ്നം, നമ്മുടെ 8ാം വാർഡിന്റെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി വോട്ടഭ്യർത്ഥനയുമായി പര്യടനം നടത്തിയ സ്ഥാനാർത്ഥിക്കൊപ്പം BJP ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ K. ശശിധരൻ, AP ഹരീഷ് കുമാർ, BJP പഞ്ചായത്ത് പ്രസിഡന്റ് E. രാമചന്ദ്രൻ, BJP ചെറുകാനം ബൂത്ത് പ്രസിഡന്റ് A. അജേഷ് എന്നിവരും പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ.
ഒരു തിരഞ്ഞെടുപ്പ് കാലം കൂടി എത്തിയതോടെ അനൗൺസ്മെന്റ് രംഗത്തെ കുലപതി കരിവള്ളൂർ രാജൻ വിവിധ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണം കൊടുക്കുന്ന തിരക്കിലാണ്. ഇത്തവണയും തെക്ക് പാലാ മുതൽ വടക്ക് മഞ്ചേശ്വരം വരെയുള്ള സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥന കരിവള്ളൂർ രാജന്റെ ശബ്ദത്തിലൂടെ. വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളും വർഗീയവാദികളും മുഖം മൂടിയണിഞ്ഞ് ഇടതുപക്ഷത്തെ നേരിടാനെത്തുമെന്ന് നമുക്കറിയാം. പ്രിയപ്പെട്ട വോട്ടർമാരെ എന്ന് തുടങ്ങുന്ന ശബ്ദം മുഴങ്ങുമ്പോൾ തന്നെ കേൾവിക്കാർക്ക് ആ ശബ്ദത്തിന്റെ ഉടമയെ തിരിച്ചറിയാനാവും. അതാണ് കരിവള്ളൂർ രാജൻ ഉണ്ടാക്കിയെടുത്ത ശബ്ദഗാംഭീര്യത്തിന്റെ മഹിമ. ഇത്തവണത്തെ തെയ്യാട്ടക്കാലം കോവിഡിൽ മുങ്ങിപ്പോയെങ്കിലും തെരഞ്ഞെടുപ്പ് വന്നെത്തിയത് അത് കുറെയൊക്കെ നികത്തിയെടുക്കാനായി എന്ന് കരിവള്ളൂർ രാജൻ പറയുന്നു. തെരഞ്ഞെടുപ്പിന്റെ ഒരു ട്രെൻഡായിട്ട് മാറിയിട്ടുള്ളത് അതും ഞങ്ങൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ട്. തൃശ്ശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള വിവിധ ജില്ലകളിൽ നിന്ന് നിരവധി ഓർഡറുകൾ എന്നെ തേടി എത്തിയിട്ടുണ്ട്. അതൊക്കെ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. അതിൻ്റെ പണിപ്പുരയിലാണ് ഇപ്പോൾ. ശ്രീകൃഷ്ണപുരം വാർഡിൽ സഖാവ് ഉണ്ണിക്കമ്മുവിന് വേണ്ടി ഒരു അനൗൺസ്മെൻറ്റ് ഞാൻ നേരത്തെ അയച്ചു കൊടുത്തു. അതുപോലെ കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലും എൻ്റെ പ്രിയപ്പെട്ട എല്ലാ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥികൾക്കും വേണ്ടി തെരഞ്ഞെടുപ്പ് സീഡികൾ തയ്യാറാക്കി വരുന്നുണ്ട്. ഇദ്ദേഹത്തിന് വ്യക്തമായ രാഷ്ട്രീയ കാഴ്ചപ്പാടുണ്ടെങ്കിലും അത് പ്രചരണ ശബ്ദത്തെ ബാധിക്കാറില്ല. ചെയ്യുന്ന തൊഴിലിനോട് 100% കൂറ് പുലർത്തുക എന്നതാണ് ഇദ്ദേഹത്തെ നയിക്കുന്നത്. എല്ലാ രാഷ്ട്രീയ കക്ഷികൾക്ക് വേണ്ടിയും രാജൻ തന്റെ ശബ്ദം നൽകാറുണ്ട്. കേരളത്തിലെ ഏതാണ്ട് എല്ലാ ജില്ലകളിലെയും സ്ഥാനാർത്ഥികൾക്ക് വേണ്ടിയും പ്രചരണത്തിനായി കരിവള്ളൂർ രാജന്റെ ശബ്ദമുണ്ട്. പ്രായം തളർത്താത്ത ശബ്ദവുമായി കരിവള്ളൂരുകാരുടെ സ്വന്തം രാജേട്ടൻ വോട്ടഭ്യർത്ഥിക്കുകയായി. പ്രിയപ്പെട്ട വോട്ടർമാരെ, ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. സഖാവ് എം രാഘവനും അരിവാൾ ചുറ്റിക നക്ഷത്രമടയാളത്തിൽ വോട്ടുകൾ നൽകുക. ഇടതുപക്ഷത്തെ ഹൃദയപക്ഷമാക്കി മാറ്റുക. ജനപക്ഷ വികസനത്തിന്റെ തേരാളികൾക്കാകട്ടെ നമ്മുടെ ഓരോ. തദ്ദേശ തെരഞ്ഞെടുപ്പ് തൃക്കരിപ്പൂരിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പത്രിക സമർപ്പിച്ചു. പത്രികാ സമർപ്പണത്തിന്റെ അവസാന ദിവസമായ വ്യാഴാഴ്ച പകൽ 11:30യോടെയാണ് കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പ്രിസൈഡിംഗ് ഓഫീസർക്ക് പത്രികാ സമർപ്പണം നടത്തിയത്. നേതാക്കളും UDF പ്രവർത്തകരുമായി പ്രിയദർശിനി മന്ദിരത്തിൽ നിന്നും പുറപ്പെട്ട സ്ഥാനാർത്ഥികൾ ഗ്രാമപഞ്ചായത്ത് കാര്യാലയത്തിലെത്തി വരണാധികാരി മുമ്പാകെ പത്രികകൾ സമർപ്പിക്കുകയായിരുന്നു. ഇതോടെ തിരഞ്ഞെടുപ്പ് രംഗം രണ്ടാം ഘട്ടത്തിലേക്ക് കടന്നു. പ്രവർത്തകർക്കിടയിലുണ്ടായിരുന്ന അസ്വാരസ്യങ്ങൾ അവസാനിച്ചതോടെ ഏക മനസ്സോടെയാണ് പത്രികാ സമർപ്പണം നടന്നത്. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തദ്ദേശ തിരഞ്ഞെടുപ്പിലേക്കുള്ള നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കേണ്ട അവസാന ദിനമായ വ്യാഴാഴ്ച ഈസ്റ്റേളേരി പഞ്ചായത്തിലേക്കുള്ള മുഴുവൻ സ്ഥാനാർത്ഥികളും നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു. 84ഓളം സ്ഥാനാർത്ഥികളാണ് പത്രിക സമർപ്പിച്ചത്. അവസാന ദിവസമായ വ്യാഴാഴ്ച DDF നേതാവും DDF സ്ഥാനാർത്ഥിയുമായ ജെയിംസ് പന്തമാക്കൽ, കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് മാത്യു പടിഞ്ഞാറേൽ, കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളും കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം സ്ഥാനാർത്ഥികളും ഉൾപ്പെടെ 84ഓളം പേരാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. സ്ഥാനാർത്ഥികൾക്ക് പുറമെ നിരവധി അപരന്മാരും സ്ഥാനാർത്ഥികളായി നിന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നിരവധി വോട്ടുകൾ അട്ടിമറിയാൻ സാധ്യതയുള്ള തെരഞ്ഞെടുപ്പാകും ഈസ്റ്റേളേരി പഞ്ചായത്തിലേത്. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. LDF തൃക്കരിപ്പൂർ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കൺവെൻഷൻ തൃക്കരിപ്പൂരിൽ പി കോരൻ മാസ്റ്റർ ഹാളിൽ നടന്നു. ജില്ലാ കമ്മിറ്റി ചെയർമാൻ KP സതീഷ് ചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തലപ്പാടി മുതൽ തിരുവനന്തപുരം വരെ 45 മീറ്റർ വീതിയിൽ ദേശീയപാത. ആ ദേശീയപാതയുടെ ആദ്യത്തെ 2 റീച്ച് എല്ലാ ജാഥകളും തുടങ്ങുന്ന കാസർഗോഡ് നിന്നാണ് ആരംഭിക്കുന്നത്. തലപ്പാടി മുതൽ ചെങ്കള ടു നീലേശ്വരം. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ വേങ്ങാട്ട് കുഞ്ഞിരാമൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥി മനു എം, നേതാക്കളായ TV ബാലകൃഷ്ണൻ, VPP മുസ്തഫ, K ഹനീഫ ഹാജി, VV കൃഷ്ണൻ, E കുഞ്ഞിരാമൻ, KV ഗോപാലൻ, M രാമചന്ദ്രൻ എന്നിവർ സംബന്ധിച്ചു. ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ മത്സരിക്കുന്ന LDF സ്ഥാനാർത്ഥികളെ യോഗത്തിൽ പരിചയപ്പെടുത്തി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. തൃക്കരിപ്പൂരിൽ UDFനെതിരെ വിമത സ്ഥാനാർത്ഥി രംഗത്ത്. തൃക്കരിപ്പൂർ 12ാം വാർഡ് ഒളവറയിലാണ് UDFന് തലവേദനയായി വിമത നീക്കം ഉണ്ടായത്. UDFന്റെ കുത്തക വാർഡായ തൃക്കരിപ്പൂർ ഒളവറയിൽ കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി PV പ്രസാദാണ് ഔദ്യോഗിക സ്ഥാനാർത്ഥി. ഇയാൾക്കൊപ്പം അവസാനഘട്ടം വരെ സ്ഥാനാർത്ഥി പട്ടികയിലുണ്ടായിരുന്ന ഒളവറ കോൺഗ്രസ് ബൂത്ത് പ്രസിഡന്റ് ഫസലുൽ ഹക്കാണ് വിമത സ്ഥാനാർത്ഥി. 20ഓളം വരുന്ന പ്രവർത്തകർക്കൊപ്പം എത്തിയാണ് ഫസലുൽ ഹക്ക് പത്രിക നൽകിയത്.
അതിൽ പ്രതിഷേധിച്ചുകൊണ്ട് നേതൃത്വത്തിനോട് ഒരുപാട് തവണ, എൻ്റെ കൂടെ ഇല്ല, നമ്മുടെ ഘടകകക്ഷികളടക്കം ഉള്ള ആൾക്കാർ, എത്രയോ ആൾക്കാർ ഗണിഞ്ഞ് ശ്രമിച്ചിട്ട് പോലും അദ്ദേഹത്തെ സ്ഥാനാർത്ഥിത്വത്തേക്ക് കൊണ്ടുവരികയും നമ്മളെപ്പോലെ UDFന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥി PV പ്രസാദ് അടുത്ത കാലം വരെ BJP അനുകൂലിയായിരുന്നുവെന്നും കോൺഗ്രസിന്റെ മുതിർന്ന അംഗങ്ങളെ തഴഞ്ഞുകൊണ്ടാണ് ഇയാളെ സ്ഥാനാർത്ഥിയാക്കിയതെന്നും വിമതപക്ഷം പറയുന്നു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. LDF ചെറുപുഴ പഞ്ചായത്ത് പ്രകടന പത്രികയുടെ പ്രകാശനം നടന്നു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം TI മധുസൂദനൻ പ്രകാശനം നിർവഹിച്ചു. വഴിയൊരുക്കുന്ന ഈ പ്രകടന പത്രികയുടെ പ്രകാശന ചടങ്ങിൽ പങ്കെടുക്കാൻ കഴിഞ്ഞിട്ടുള്ളതിനുള്ള സന്തോഷം നിങ്ങളോടൊപ്പം പങ്കുവെച്ചുകൊണ്ട് കൂടുതൽ ഊർജ്ജസ്വലമായി രാപ്പകലന്യേ ജനങ്ങൾക്കിടയിലുള്ള പ്രവർത്തനങ്ങൾ വിവരപ്പെടുത്തി ഡെന്നി കാവാലം അധ്യക്ഷത വഹിച്ചു. CPM പെരിങ്ങോം ഏരിയ സെക്രട്ടറി C സത്യപാലൻ, KP ഗോപാലൻ, ജോബിജൻ മൈലാടൂർ, മുഹമ്മദ് കുഞ്ഞി, സ്കറിയ പുഞ്ചക്കുന്നേൽ എന്നിവർ പ്രസംഗിച്ചു. ചെറുപുഴ പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ലക്ഷ്യം വെച്ചുള്ളതാണ് LDF പ്രകടന പത്രിക. നെറ്റ്വർക്ക് ന്യൂസ്, ചെറുപുഴ. പ്രതിഷേധം ശക്തമാക്കി DYFI. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ MLA ഇബ്രാഹിം കുഞ്ഞിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തൃക്കരിപ്പൂരിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ കോലം കത്തിച്ചു. പാലാരിവട്ടം പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ MLA ഇബ്രാഹിം കുഞ്ഞും കൂട്ടുനിന്ന ഉമ്മൻചാണ്ടിയും MLA സ്ഥാനം രാജിവെക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ഇബ്രാഹിം കുഞ്ഞിന്റെ കോലം കത്തിക്കുകയും ചെയ്തത്. തൃക്കരിപ്പൂർ ബസ് സ്റ്റാൻഡിൽ വെച്ച് നടന്ന പ്രതിഷേധ യോഗം CITU ഏരിയ സെക്രട്ടറി KV ജനാർദ്ദനൻ ഉദ്ഘാടനം ചെയ്തു. DYFI തൃക്കരിപ്പൂർ ബ്ലോക്ക് സെക്രട്ടറി K കനേഷ് സ്വാഗതം പറഞ്ഞു. പ്രസിഡന്റ് സുജിത് KP അധ്യക്ഷനായി. PA റഹ്മാൻ, KV ഉമേഷ്, P സനൽ, വൈശാഖ് തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. ഇബ്രാഹിം കുഞ്ഞിന്റെ അറസ്റ്റ്. UDF തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. പാലാരിവട്ടം പാലം തകർന്ന സംഭവത്തിൽ കള്ളക്കേസ് ചുമത്തി മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത ഇടത് സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ചാണ് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പാലാരിവട്ടം പാലം തകർന്ന സംഭവത്തിൽ കള്ളക്കേസ് ചുമത്തി മുൻമന്ത്രി ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്ത ഇടത് സർക്കാരിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ചാണ് UDF തൃക്കരിപ്പൂർ ടൗണിൽ പ്രതിഷേധ പ്രകടനം നടത്തിയത്. മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് MTP കരീം, ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK ബാവ, മണ്ഡലം ട്രഷറർ ലത്തീഫ് നീലഗിരി, സെക്രട്ടറി NKP മുഹമ്മദ്, നേതാക്കളായ C രവി, PV കണ്ണൻ, S കുഞ്ഞഹമ്മദ്, സത്താർ വടക്കുംപാട്, KV മുകുന്ദൻ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, തൃക്കരിപ്പൂർ. പാലാരിവട്ടം പാലം അഴിമതിയിൽ ഉമ്മൻചാണ്ടിയും ഇബ്രാഹിം കുഞ്ഞും MLA സ്ഥാനം രാജിവെക്കുക എന്നാവശ്യപ്പെട്ട് DYFI വിവിധ കേന്ദ്രങ്ങളിൽ ജനകീയ വിചാരണ സംഘടിപ്പിച്ചു. DYFI മാടായി ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പിലാത്രയിൽ നടന്ന പരിപാടി SFI ജില്ലാ പ്രസിഡന്റ് CP ഷിജു ഉദ്ഘാടനം ചെയ്തു. പിലാത്ര കേന്ദ്രീകരിച്ച് പ്രകടനം നടന്നു. തുടർന്ന് ബസ് സ്റ്റാൻഡിൽ നടന്ന ജനകീയ വിചാരണ SFI ജില്ലാ പ്രസിഡന്റ് CP ഷിജു ഉദ്ഘാടനം ചെയ്തു. വളരെ കൃത്യമായ അഴിമതി നടത്തിയിട്ടുണ്ടെന്നും ആ അഴിമതിയിൽ മുൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയായിട്ടുള്ള VK ഇബ്രാഹിം കുഞ്ഞിന് പങ്കുണ്ടെന്നും കേരളത്തിനകത്തെ വിജിലൻസ് ഇപ്പോൾ കണ്ടെത്തി കഴിഞ്ഞിരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് ഉച്ചയോടുകൂടി വിജിലൻസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു. DYFI ബ്ലോക്ക് സെക്രട്ടറി AV മണിപ്രസാദ്, PV ശിവശങ്കരൻ, M ഷൈജു, PV രഞ്ജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്ര. വർഷങ്ങളുടെ സാധന കൊണ്ട് സ്വായത്തമാക്കിയ
തൊഴിൽ ചെയ്യാനാകാതെ ജീവിതതാളം തെറ്റി സംഗീത മേഖലയിലെ കലാകാരന്മാർ. കോവിഡ് നിയന്ത്രണങ്ങൾ മൂലം സംഗീത വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കാൻ തുടങ്ങിയിട്ട് 8 മാസത്തോളമായി. വരുമാനം നിലച്ചതോടെ കലാകാരന്മാരിൽ വലിയൊരു വിഭാഗം ദുരിതത്തിലാണ്. മറ്റ് പല മേഖലകളും ഇളവ് നൽകിയതുപോലെ 5 വിദ്യാർത്ഥികളെങ്കിലും ഉൾപ്പെടുത്തി വിദ്യാലയം പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന കലാകാരന്മാരുടെ ആവശ്യം ഇതുവരെയായും അംഗീകരിച്ചിട്ടില്ല. കോവിഡ് നിയന്ത്രണത്തിന്റെ ഭാഗമായി കഴിഞ്ഞ 8 മാസക്കാലത്തോളമായി സംഗീത വിദ്യാലയങ്ങൾ അടഞ്ഞുകിടക്കുകയാണ്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധിയിലാണ് സംഗീത വിദ്യാലയത്തിലെ അധ്യാപകരും നേരിടുന്നത്. വർഷങ്ങളുടെ സാധന കൊണ്ട് സ്വായത്തമാക്കിയ തൊഴിൽ ചെയ്യാനാകാതെ നൃത്തസംഗീത കലാകാരന്മാർ ദുരിതത്തിലായിട്ട് 8 മാസത്തോളമായി. സാധാരണയായി നവരാത്രി നാളുകൾ നൃത്തസംഗീത കലാകാരന്മാരെ സംബന്ധിച്ച് തിരക്കൊഴിയാത്ത കാലമാണ്. പകർന്നു നൽകിയ വിദ്യകൾ ശിഷ്യർ ആദ്യമായി രണ്ടാൽ അവതരിപ്പിക്കുന്ന കാലം കൂടിയാണിത്. പുത്തൻ അറിവുകൾ സ്വീകരിക്കാനായി നിരവധി പേർ വിദ്യാരംഭം കുറിക്കുന്ന കാലം കൂടിയാണ്. എന്നാൽ കോവിഡ് നിയന്ത്രണം മൂലം ഇവയൊന്നും ഈ നവരാത്രി കാലത്ത് നടന്നിട്ടില്ല. നൃത്തച്ചുവടുകൾ കൊണ്ടും സപ്തസ്വരങ്ങൾ കൊണ്ടും മുഖരിതമാകേണ്ട നൃത്തസംഗീത വിദ്യാലയങ്ങൾ ഇന്ന് തീർത്തും വിജനമാണ്. കഴിഞ്ഞ മാർച്ച് മാസത്തിന് ശേഷം നൃത്തസംഗീത വിദ്യാലയങ്ങളിലൊന്നും ചിലങ്കയുടെയോ സംഗീതത്തിൻ്റെയോ നാദമുയർന്നിട്ടില്ല. സാധാരണഗതിയിൽ മറ്റ് കലാകാരന്മാർക്ക് ലഭിക്കുന്ന വേദികളിൽ നിന്ന് സംഗീത മേഖലയ്ക്ക് ലഭിക്കുന്നില്ലെന്ന പരിഭവമുണ്ട്. കലകളുടെ ഈറ്റിലമായ പയ്യന്നൂരിലെ സംഗീത അധ്യാപകർക്ക് പോലും ഇത് ദുഃഖത്തിന്റെ കാലമാണ്. കോവിഡ് നിയന്ത്രണങ്ങൾ പാലിച്ചുകൊണ്ട് വിദ്യാരംഭത്തിനെങ്കിലും നവരാത്രി കാലത്ത് സംഗീത വിദ്യാലയങ്ങൾ തുറക്കാൻ അനുമതി ലഭിക്കുമെന്ന് കലാകാരന്മാർക്ക് പ്രതീക്ഷയുണ്ടായിരുന്നു. എന്നാൽ ഇതുവരെയായും അനുമതി നൽകിയിട്ടില്ല. നൃത്തസംഗീത വിദ്യാലയം പ്രവർത്തിക്കാതിരിക്കുമ്പോൾ ജീവിതത്തിന്റെ താളം തെറ്റുന്നത് ഒട്ടേറെ കലാകാരന്മാർക്കാണെന്ന് പയ്യന്നൂരിലെ സംഗീത വിദ്യാലയമായ അനന്തര സ്കൂൾ ഓഫ് മ്യൂസിക്കിലെ അധ്യാപിക സ്നേഹ സതീഷ് പറയുന്നു. ഈ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവിക്കുന്ന ഒരു വിഭാഗം എന്ന് പറയുന്നത് കലാകാരന്മാരാണ്. കലയെ മാത്രം ആശ്രയിച്ചു പോകുന്ന കുറേ പേരുണ്ട്. കൂടുതൽ പേരും ഒട്ടുമിക്ക ആളുകളും ഇതൊരു ഉപജീവന മാർഗമായി കൊണ്ടു നടക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇങ്ങനെയൊരു മഹാമാരിയെ തുടർന്ന് അവർക്കുണ്ടായ വിഷമതകൾ പറഞ്ഞറിയിക്കാൻ പറ്റുന്നതല്ല. അത് എത്ര പേർക്ക് അറിയാൻ മനസ്സിലാക്കുന്നുണ്ട് എന്നെനിക്കറിയില്ല. പലരെയും ഞാൻ പേഴ്സണലായിട്ട് സംസാരിക്കുമ്പോൾ ദൈനംദിന ജീവിതത്തിന് പോലും ദൈനംദിന കാര്യങ്ങൾ നടത്തുന്നതിന് പോലും അവർ വളരെയധികം ബുദ്ധിമുട്ടുന്നു. ഇനിയൊരു വേദി അല്ലെങ്കിൽ ഒരു കലാകാരൻ വരുമാനത്തിനേക്കാളും അവർ പ്രാധാന്യം കൽപ്പിക്കുന്ന ചില കാര്യങ്ങളുണ്ട്. ഒരു വേദി അല്ലെങ്കിൽ പ്രേക്ഷകർ അവരിൽ നിന്ന് കിട്ടുന്ന കയ്യടി, പ്രോത്സാഹനം, ഇതൊക്കെ മനസ്സിന് ഒരുപാട് സന്തോഷം തരുന്ന കാര്യങ്ങളാണ്. അതൊന്നും ഇപ്പോൾ കുറച്ച് കാലങ്ങളായിട്ട് കലാകാരന്മാരുടെ ജീവിതത്തിലില്ല. സ്വന്തം വീടുകൾ വിദ്യാലയമാക്കിയ നിരവധി കലാകാരന്മാരുണ്ട്. 8 മാസത്തോളമായി ഇവരുടെ വരുമാനം നിലച്ചിട്ട്. വലിയ രീതിയിലുള്ള വരുമാനമൊന്നും തൊഴിലിലൂടെ ലഭിക്കുന്നവരല്ല ഇവർ. പല സ്ഥലങ്ങളിലും ചില സംഗീത വിദ്യാലയങ്ങൾ ഓൺലൈൻ വഴി പഠനം ആരംഭിച്ചിട്ടുണ്ടെങ്കിലും അവ പൂർണ്ണ തൃപ്തി നൽകുന്നവയല്ല. കുട്ടികളെ അടുത്തിരുത്തി പറഞ്ഞു കൊടുക്കുന്നതിനോളം വരില്ല ഒരു ഓൺലൈൻ പഠനമെന്ന അഭിപ്രായവും സംഗീത അധ്യാപകർക്കുണ്ട്. കൂടുതൽ ഒരു കലാകാരൻ എന്ന് പറയുമ്പോൾ വീട്ടിലിരുന്ന് പാടിയത് കൊണ്ട് മാത്രം അവർക്കൊരു വളർച്ചയുണ്ടാകില്ല. ടി.എൻ. കൃഷ്ണ സാറിനെ പോലുള്ള ഒരു വയലിൻ വിദ്വാൻ അത് ജീവിച്ചിരിപ്പുണ്ട്, അല്ലെങ്കിൽ മലയാളിയാണ്, ജീവിച്ചിരിപ്പുണ്ടായിരുന്നു, അങ്ങനെ ഒരു വ്യക്തി ഉണ്ടായിരുന്നു എന്ന് നമ്മൾ അറിയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ മരണശേഷമാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരും തലമുറയ്ക്കെങ്കിലും സംഗീതം എന്താണ് അല്ലെങ്കിൽ നൃത്തം എന്താണ് അതിനെപ്പറ്റി ഉള്ള ഒരു വാസന വളർത്തിയെടുക്കേണ്ടത് വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇതുപോലുള്ള വേദികൾ ഉണ്ടാവണം. വേറെ പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ അനുഭവിക്കുന്ന ഈ കഷ്ടപ്പാടുകൾ പാവപ്പെട്ട ഒരുപാട് കലാകാരന്മാരുണ്ട്. അവർക്ക് വേണ്ടിയുള്ള എന്തെങ്കിലും സഹായം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ അതുപോലുള്ള സന്നദ്ധ സംഘടനകളിൽ നിന്നോ ഉണ്ടാവണം. കോവിഡ് പശ്ചാത്തലത്തിൽ ജീവിതത്തിന്റെ ശ്രുതിയും താളവും തെറ്റിയ കലാകാരന്മാർക്ക് സർക്കാർ ഇടപെട്ട് എന്തെങ്കിലും ആശ്വാസ സഹായം നൽകുമെന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഈ മേഖലയിലുള്ളവർ. പയ്യന്നൂരിലെ സംഗീത വിദ്യാലയമായ അനന്തര സ്കൂൾ ഓഫ് മ്യൂസിക്കിൽ നിന്നും
ക്യാമറമാൻ പവിത്രൻ കണ്ടോത്തിനോടൊപ്പം അനൂപ് പെരിങ്ങോ, നെറ്റ്വർക്ക് ന്യൂസ്. ഒരു തെരഞ്ഞെടുപ്പ് കാലം കൂടി ആഗതമായതോടെ വോട്ടർമാരെ ആകർഷിക്കാൻ പുതിയ തന്ത്രങ്ങൾ മെനയുകയാണ് സ്ഥാനാർത്ഥികളും ഈ രംഗത്ത് പ്രവർത്തിക്കുന്നവരും. ആനിമേഷൻ വഴി ജീപ്പും സൗണ്ട് ബോക്സും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും വെച്ച് വോട്ട് അഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് രീതി ഇപ്പോൾ വാട്സാപ്പിലും ഫേസ്ബുക്കിലും പ്രചാരം നേടിക്കഴിഞ്ഞു. പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹമുള്ള വോട്ടർമാരെ, ആസന്നമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ നിന്നും ഇക്കുറി LDF സ്ഥാനാർത്ഥിയായി സഖാവ് ടി ഗോപാലൻ ജനവിധി തേടുന്നു. ഒരു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കൂടി ആഗതമാകുമ്പോൾ കൊറോണ വൈറസ് വഴിമുടക്കിയ പ്രചരണ മേഖല പുതുമകൾ തേടുകയാണ്. ഒരു വാർഡിൽ തന്നെ 3 സ്ഥാനാർത്ഥികൾക്ക് വോട്ടഭ്യർത്ഥിക്കേണ്ടി വരുമ്പോൾ വൈവിധ്യം പ്രകടമായും വരുത്തുവാനാണ് പ്രചരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർ ശ്രദ്ധിക്കുന്നത്. ആനിമേഷൻ വഴി ജീപ്പും സൗണ്ട് ബോക്സും സ്ഥാനാർത്ഥിയുടെ ഫോട്ടോയും വെച്ച് വോട്ടഭ്യർത്ഥിച്ചുകൊണ്ടുള്ള അനൗൺസ്മെന്റ് അന്തരീക്ഷത്തിൽ മുഴങ്ങിക്കേൾക്കും. വാട്സപ്പിലും ഫേസ്ബുക്കിലും ഈ തെരഞ്ഞെടുപ്പ് രീതി പ്രചാരം നേടിക്കഴിഞ്ഞു. ആനിമേഷനിലൂടെ പ്രചരണമാർഗമൊരുക്കുന്ന കരിവെള്ളൂരിലെ രശാന്ത് രാജ് പറയുന്നത് കാലത്തിനനുസരിച്ച് നമ്മുടെ പ്രചരണ രീതികളും അപ്ഗ്രേഡ് ചെയ്യപ്പെടണമെന്നാണ്. പ്രചരണ പ്രവർത്തകർ ഇവരൊക്കെ നമുക്ക് ഇത് അയച്ചു തരും, ക്ലിപ്പ് അയച്ചു തന്നിട്ട് ജസ്റ്റ് ഇതിൻ്റെ ഫോട്ടോ ഒന്ന് മാറ്റിയിട്ട് അതുപോലെ അനൗൺസ്മെൻ്റ് ഒന്ന് മാറ്റിയിട്ട് നിങ്ങൾ അയച്ചു തരണം എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ മറ്റ് സാങ്കേതികവിദ്യ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ചെയ്യുന്നതല്ല അനിമേഷൻ വന്ന സാധനങ്ങൾ നമ്മളത് ഫോട്ടോ മാറ്റി അതുപോലെ അതിൻ്റെ ശബ്ദം മാറ്റി നല്ല രീതിയിൽ ഓരോരോ സ്ഥാനാർത്ഥികൾക്കായി വിവിധ സ്ഥലങ്ങളിലേക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. പ്രിയപ്പെട്ട നാട്ടുകാരെ, സ്നേഹമുള്ള വോട്ടർമാരെ, ആസന്നമായ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കരിവെള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിലെ 6ാം വാർഡിൽ നിന്നും ഇക്കുറി LDF സ്ഥാനാർത്ഥിയായി സഖാവ് ടി ഗോപാലൻ ജനവിധി തേടുന്നു. ഭിന്നശേഷിക്കാർ ഉണ്ടാക്കിയ പേപ്പർ പേനകൾ കോവിഡ് പ്രതിസന്ധിയിൽ വിപണനം കണ്ടെത്താനാകാതെ പ്രയാസപ്പെടുമ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പെടുത്തതോടെ അതിജീവനത്തിന്റെ പുതിയ തലങ്ങൾ തേടുകയാണിവർ. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ചിത്രവും ചിഹ്നവും പേനയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ വിപണന രീതി കണ്ടെത്തിയിരിക്കുന്നത്. ജില്ലയിലെ വിവിധ സ്ഥലങ്ങളിലുള്ള ഭിന്നശേഷിക്കാരായവർ 10,000-കണക്കിന് പേപ്പർ പേനകളാണ് നിർമ്മിച്ചത്. എന്നാൽ കോവിഡ് പ്രതിസന്ധി രൂക്ഷമായതോടെ ഇവർ നിർമ്മിച്ച പേനകൾ വിപണനം കണ്ടെത്താനാകാത്ത അവസ്ഥയിലായിരുന്നു. സാമ്പത്തികമായി ബുദ്ധിമുട്ടിലായ ഇവർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് വന്നതോടെ പുത്തൻ പരീക്ഷണങ്ങളുമായിട്ടാണ് വിപണിയിലേക്ക് പുതിയ പേനകൾ ഇറക്കുന്നത്. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ചിത്രവും ചിഹ്നവും പേനയിൽ ഉൾപ്പെടുത്തിയാണ് പുതിയ രീതി കണ്ടെത്തിയിരിക്കുന്നതെന്ന് വീൽചെയർ യൂസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ബഷീർ പാണപ്പുഴ പറഞ്ഞു. ഒരു തന്ത്രം നമ്മൾ കണ്ടെത്തിയത് നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ഒരു 40,000 പേപ്പർ പേന കെട്ടിക്കിടക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ആർക്കെങ്കിലും സ്റ്റിക്കർ വെച്ച് പേപ്പർ പേനയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മളെ ഗ്രൂപ്പുമായി നിങ്ങൾക്ക് ബന്ധപ്പെടാവുന്നതാണ്. ഇത്തരത്തിലുള്ള സ്റ്റിക്കർ അടിച്ചിട്ട് മെമ്പർമാരുടെ സ്റ്റിക്കർ, അതുപോലെ തന്നെ വിവാഹാശംസകൾ വെച്ച്, അതുപോലെ തന്നെ ജന്മദിനാശംസകൾ വെച്ചിട്ടൊക്കെ നമ്മുടെ ആൾക്കാർ പേപ്പർ പേന നിർമ്മിച്ച് കൊടുക്കുന്നതാണ്. കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് 3ാം വാർഡിനെ പ്രതിനിധീകരിക്കുന്ന LDF സ്ഥാനാർത്ഥി ടി സുരജ, UDF സ്ഥാനാർത്ഥി അനിത ശശിധരൻ എന്നിവരുടെ ചിത്രങ്ങളും ചിഹ്നങ്ങളും രേഖപ്പെടുത്തിയ പേനകളാണ് നിർമ്മിച്ചത്. ഇതുകൂടാതെ വിവാഹാശംസകൾ, പിറന്നാൾ ആശംസകൾ തുടങ്ങിയവയും ഈ സംഘടനയെ അറിയിച്ചാൽ ചെയ്തു കൊടുക്കും. ഭിന്നശേഷിക്കാരായ തങ്ങൾക്ക് ഇത് ഏറെ ഉപകാരപ്പെടുമെന്ന് ബഷീർ പാണപ്പുഴ പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, പിലാത്ര. ദേശീയപാതയോരത്ത് പാലത്തര ഭാഗത്ത് മാലിന്യങ്ങളുടെ കൂമ്പാരം. ബസ് സ്റ്റോപ്പിന് സമീപമായതു കാരണം ബസ് കാത്തു നിൽക്കുന്നവർക്കും ഇത് ദുസ്സഹമാണ്. സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടവും ഇവിടെ വർദ്ധിക്കുന്നതായി പരാതിയും വ്യാപകമാണ്.
ദേശീയപാതയോരത്ത് പാലത്തറപ്പാലം ബസ് സ്റ്റോപ്പിന് സമീപം ഓണക്കുന്നിലേക്ക് പോകുന്ന ഭാഗത്തായാണ് മാലിന്യങ്ങളുടെ കൂമ്പാരം. ഉപയോഗിച്ചു കഴിഞ്ഞ വസ്തുക്കൾ പാതയോരങ്ങളിൽ വലിച്ചെറിയാനുള്ള ചിലരുടെ മനോഭാവത്തിന് ഇനിയും മാറ്റമുണ്ടായിട്ടില്ലെന്നാണ് ഇത് തെളിയിക്കുന്നത്. മദ്യക്കുപ്പികളും പ്ലാസ്റ്റിക് കവറുകളും മറ്റു മാലിന്യങ്ങളുമടക്കം പലതും ഇവിടെ വലിച്ചെറിഞ്ഞ നിലയിലാണ്. തൊട്ടടുത്തുള്ള ആളൊഴിഞ്ഞ വീട് കേന്ദ്രീകരിച്ച് മദ്യപസംഘവും രാത്രികാലങ്ങളിൽ ഇവിടെ തമ്പടിക്കാറുണ്ട്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ജാഗ്രതയും മാലിന്യ സംസ്കരണ കേന്ദ്രങ്ങൾ ആരംഭിച്ചതുമൊക്കെ കാരണം പാതയോരങ്ങൾ പൊതുവെ ശുചിയായി തന്നെ കിടന്നിരുന്നു. ഏതായാലും ശുചിത്വബോധമില്ലാത്ത ചിലർ നടത്തുന്ന ഇത്തരം പ്രവൃത്തികൾ ശുഭസൂചനയല്ല നൽകുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. കാഞ്ഞങ്ങാട് കോടോത്ത് ഡോക്ടർ അംബേദ്കർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന് മുന്നിൽ സ്ഥാപിക്കുന്നതിനായി ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ പൂർണ്ണകായ ശില്പം ഒരുങ്ങുന്നു. പ്രശസ്ത ശില്പി ചിത്രൻ കുഞ്ഞിമംഗലമാണ് ശില്പം നിർമ്മിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പിയും അടിസ്ഥാനവർഗ ജനതയുടെ നവോത്ഥാന നായകനുമായ BR അംബേദ്കറിന്റെ പൂർണ്ണകായ പ്രതിമയാണ് ചിത്രന്റെ പണിപ്പുരയിൽ ഒരുങ്ങുന്നത്. ഭരണഘടനാ ഗ്രന്ഥം കയ്യിൽ പിടിച്ചിരിക്കുന്നതും വലങ്കൈ അനീതിക്കും സാമൂഹ്യ അസമത്വത്തിനുമെതിരെ ചൂണ്ടുന്നതുമായ രീതിയിലും സ്വതസിദ്ധമായ രീതിയിൽ കോട്ട്, പാൻറ്, ടൈ, ഷൂ എന്നിവ ധരിച്ച വസ്ത്രധാരണ രീതിയിലും പോക്കറ്റിൽ പേനയും കണ്ണടയും വെച്ചിരിക്കുന്ന 9 അടി ഉയരമുള്ള ശില്പം 5 അടി ഉയരമുള്ള പീഠത്തിലാണ് സ്ഥാപിച്ചിട്ടുള്ളത്. അംബേദ്കറുടെ ഒറിജിനൽ ഫോട്ടോയും വീഡിയോകളുമാണ് ശില്പനിർമ്മാണത്തിന് ആധാരമായതെന്ന് ശില്പി ചിത്രൻ കുഞ്ഞിമംഗലം പറയുന്നു. ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ ശില്പമാണ് നിർമ്മിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് ആദ്യം തന്നെ ഇവരുടെ ഫോട്ടോസ് കളക്ട് ചെയ്യുകയാണ് ചെയ്തത്. അതിൽ ഫോട്ടോസും വീഡിയോസും നമ്മൾ ശ്രദ്ധിക്കുകയും അതിൽ നിന്ന് നമ്മൾ ഈ രൂപത്തിലേക്ക് ഉണ്ടാക്കിയെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പം എന്ന് പറയുന്നത് ചെയ്യാനുണ്ടായ ശില്പം വളരെയധികം ഭാഗ്യമുണ്ട് ഇത്തരത്തിൽ നിർമ്മിക്കാൻ പറ്റിയതിൽ. ഫൈബറിലാണ് ശില്പം നിർമ്മിച്ചത്. 1993-94 വർഷത്തെ SLC ബാച്ച് 2017 രൂപം കൊടുത്ത കൂട്ടരങ്ങ് എന്ന വാട്സപ്പ് ഗ്രൂപ്പ് കൂട്ടായ്മ സ്കൂൾ പ്രിൻസിപ്പലിൻ്റെയും PTA കമ്മിറ്റിയുടെയും അനുമതിയോടെയാണ് സ്കൂളിൻ്റെ നാമധേയത്തിൽ ശില്പം നിർമ്മിച്ചത്. ഡൽഹിയിൽ ഇന്ത്യൻ പാർലമെന്റിൽ സ്ഥാപിച്ച AKGയുടെ ശില്പി കുഞ്ഞുമംഗലം നാരായണൻ മാസ്റ്ററുടെ മകനും കാഞ്ഞങ്ങാട് ദുർഗ ഹയർ സെക്കൻഡറി സ്കൂളിലെ ചിത്രകല അധ്യാപകനുമാണ് ചിത്രൻ. അബുദാബിയിൽ സ്ഥാപിച്ച മഹാത്മാഗാന്ധിയുടെ ശില്പനിർമ്മാണത്തിന് ഇന്ത്യൻ അംബാസിഡർ നവദീപ് സിംഗ് സൂരിയിൽ നിന്ന് പ്രശസ്തിപത്രം നേടിയിട്ടുണ്ട്. UAE രാജ്യത്തെ ആദ്യത്തെ മഹാത്മാഗാന്ധിയുടെ ശില്പമാണിത്. കിഷോർ KV, സജിത്ത്, ചിത്ര, സന്ദീപ്, ജിതിൻ എന്നിവർ ശില്പനിർമ്മാണത്തിൽ സഹായികളായി. കുഞ്ഞിമംഗലത്ത് ശില്പനിർമ്മാണം അവസാന മിനുക്കുപണിയിലാണിപ്പോൾ. സ്കൂൾ തുറക്കുന്നതിനോടനുബന്ധിച്ച് ശില്പം അനാച്ഛാദനം ചെയ്യുവാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, പിലാത്ര. കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം വ്യാപകമാവുന്നു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ മാത്രം 100ഓളം പശുക്കൾക്ക് രോഗബാധയുണ്ടെന്ന് കണക്ക്. ക്ഷീരകർഷകരെയും മൃഗപരിപാലന രംഗത്തുള്ളവരെയും ആശങ്കയിലാഴ്ത്തി ചർമ്മമുഴ കന്നുകാലികളിൽ വ്യാപകമാവുകയാണ്. കന്നുകാലികളുടെ ശരീരത്തിൽ ചെറിയ മുറിപ്പാടുകളായാണ് ഈ രോഗം കാണപ്പെടുന്നത്. കാറ്റിലൂടെയും ഈച്ചയിലൂടെയുമാണ് ഇത് അതിവേഗം വ്യാപിക്കുന്നത്. രോഗം മരണകാരണമാകാറില്ലെങ്കിലും പാലുൽപാദനം കുറയുന്നുണ്ട്. പനി, ചുമ എന്നിവയാണ് ലക്ഷണങ്ങൾ. കാപ്രിപോക്സ് എന്ന വൈറസ് കുടുംബത്തിൽപ്പെട്ട വൈറസാണ് രോഗബാധയ്ക്ക് കാരണമാകുന്നത്. ഉത്തര മലബാറിൽ ആദ്യമായാണ് ഈ രോഗം കന്നുകാലികളെ പിടികൂടുന്നത്. തെക്കൻ ജില്ലകളിൽ നിന്നെത്തിയ പോത്തുകളാണ് ഈ രോഗം ഇവിടെ എത്തിച്ചതെന്നാണ് കരുതുന്നത്. നാടൻ ചികിത്സയും പിന്നെ ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന മരുന്നുമാണ് താൻ പശുക്കൾക്ക് കൊടുക്കുന്നതെന്ന് കരിവെള്ളൂർ മണക്കാട്ടെ കുത്തൂർ രാമചന്ദ്രൻ പറയുന്നു. ഇതിന് ഇതുവരെ വാക്സിൻ കണ്ടുപിടിക്കാത്തത് ക്ഷീരകർഷകരെ ആശങ്കയിലാഴ്ത്തുന്നുണ്ട്. പശുവിനെ വളർത്തുന്നത് ഇപ്പോഴത്തെ ഒരു പുതിയ രോഗം വന്നതിൽ ഞങ്ങൾക്ക് ഭയങ്കര ക്ഷീരകർഷകർ കഷ്ടപ്പെടത്തില്ല. ഇങ്ങനത്തെ ഒരു അവസ്ഥയിൽ ഭയങ്കര ഇതായിട്ടില്ല. അതുകൊണ്ട് പാല് കുറയുക, പനി വരിക, തീറ്റ എടുക്കാതെ വയ്ക്കുക, അങ്ങനെയാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ പിന്നെ നമ്മെ ഡോക്ടർമാരെ കണ്ട് ഇതിന് ഒരു ചെറുമരുന്ന് ചെയ്യും, ബാക്കിയെല്ലാം നമ്മളെ നാട്ടിൽ ചികിത്സ ചെയ്തിട്ട് അതൊന്നും ഇപ്പം ചെയ്യുന്നില്ല. പച്ചമഞ്ഞൾ, പിന്നെ കർപ്പൂരം, കറിയുപ്പ്, വേപ്പിൻ്റെ ഇല ഇതെല്ലാം ഇട്ടിട്ടാണ് ഞങ്ങൾ ചെയ്തിട്ടില്ല. ഇപ്പോൾ പൊന്നും വില കൊടുത്ത് വാങ്ങിക്കൊണ്ടുവരുന്ന പശുക്കൾക്ക് ഈ രോഗം വരുന്നത് ക്ഷീരകർഷകർക്ക് വലിയ നഷ്ടമാണ് വരുത്തിവെക്കുന്നത്. നെറ്റ്വർക്ക് ന്യൂസ്, കരിവെള്ളൂർ. നവംബർ 26 നടക്കുന്ന അഖിലേന്ത്യാ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് പയ്യന്നൂർ ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ ധർണ നടത്തി.
CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ, കർഷക വിരുദ്ധ, ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നവംബർ 26 നടക്കുന്ന ദേശീയ പണിമുടക്കിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചാണ് ചുമട്ടുതൊഴിലാളി യൂണിയൻ CITUവിന്റെ ആഭിമുഖ്യത്തിൽ പയ്യന്നൂരിൽ ധർണ നടത്തിയത്. നമ്മുടെ രാജ്യം ഭരിച്ചുകൊണ്ടിരിക്കുന്ന മോഡിയുടെ നേതൃത്വത്തിലെ ഗവൺമെന്റ് തൊഴിലാളി വിരുദ്ധമായിട്ടുള്ള 3 നിയമ ഭേദഗതികളാണ് കഴിഞ്ഞ പാർലമെന്റിലും രാജ്യസഭയിലും അവതരിപ്പിച്ച് പാസാക്കിയെടുത്തത്. CITU ജില്ലാ സെക്രട്ടറി PV കുഞ്ഞപ്പൻ ധർണ ഉദ്ഘാടനം ചെയ്തു. ന്യൂസ് ബ്യൂറോ, പയ്യന്നൂർ. സഹകരണ യൂണിയൻ കണ്ണൂർ സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ 67ാമത് സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായി സെമിനാർ സംഘടിപ്പിച്ചു. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് PCC ഹാളിൽ നടന്ന സെമിനാർ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. സഹകരണ യൂണിയൻ കണ്ണൂർ സർക്കിളിന്റെ ആഭിമുഖ്യത്തിൽ 67ാമത് സഹകരണ വാരാഘോഷത്തിന്റെ ഭാഗമായാണ് സെമിനാർ സംഘടിപ്പിച്ചത്. മാടായി കോഓപ്പറേറ്റീവ് റൂറൽ ബാങ്ക് ഹാളിൽ നടന്ന സെമിനാർ TV രാജേഷ് MLA ഉദ്ഘാടനം ചെയ്തു. നമുക്ക് തുറന്നു നിലനിർത്താൻ വേണ്ടി കഴിയും. ഇനിയിപ്പോൾ ഒറ്റപ്പെട്ട ചില പ്രവണതകൾ കടന്നു വരുന്നു. ചില ബുദ്ധിമുട്ടുകൾ സഹകരണ മേഖലയിൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. അത് ഒറ്റപ്പെട്ടതാണ്. നമുക്ക് അത്തരത്തിലുള്ള പ്രവണതകൾക്കെതിരായ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിക്കാൻ കഴിയും. സഹകരണ മേഖല ഈ നിലയിൽ മൂല്യങ്ങളിൽ അടിയുറച്ച് മുന്നോട്ട് പോകുന്നതിന് പ്രധാനപ്പെട്ട കാരണം ദേശീയ സ്വാതന്ത്ര്യ സമര കാലത്താണ് നമ്മുടെ നാട്ടിൽ സഹകരണ പ്രസ്ഥാനം പിറവിയെടുക്കുന്നത്. യുവാക്കൾ, സ്ത്രീകൾ, ദുർബല വിഭാഗങ്ങൾ എന്നിവർക്കായുള്ള സഹകരണ സ്ഥാപനങ്ങൾ എന്ന വിഷയത്തിൽ റിട്ടയർഡ് അസിസ്റ്റന്റ് രജിസ്ട്രാർ PP ദാമോദരൻ വിഷയാവതരണം നടത്തി. മാടായി ബാങ്ക് പ്രസിഡന്റ് PP ദാമോദരൻ അധ്യക്ഷത വഹിച്ചു. VV ഗോവിന്ദൻ മാസ്റ്റർ, CM വേണുഗോപാലൻ, വത്സലൻ തുടങ്ങിയവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, പിലാത്തറ. ചെറുതാഴം ബാങ്ക് അയൽക്കൂട്ടം ചെറുതാഴം ഗ്രാമപഞ്ചായത്തിന്റെ സഹകരണത്തോടെ സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായി ചെറുതാഴം സെന്ററിൽ ആരംഭിച്ച ബയോഫ്ലോക്ക് മത്സ്യകൃഷിയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ നിക്ഷേപിച്ചു. CM വേണുഗോപാലൻ ഉദ്ഘാടനം ചെയ്തു. സുഭിക്ഷ കേരളം പദ്ധതിയുടെ ഭാഗമായാണ് ചെറുതാഴം സെന്ററിൽ ബയോഫ്ലോക്ക് മത്സ്യകൃഷി ആരംഭിച്ചത്. CPM മാടായി ഏരിയ കമ്മിറ്റി അംഗവും ചെറുതാഴം ബാങ്ക് പ്രസിഡന്റുമായ CM വേണുഗോപാലൻ ഉദ്ഘാടനം നിർവഹിച്ചു. AV മണിപ്രസാദ്, N ബാലകൃഷ്ണൻ, CH പാപ്പച്ചൻ എന്നിവർ പങ്കെടുത്തു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ. പച്ചക്കറി തൈകൾ ഉൽപ്പാദിപ്പിച്ച് അതിജീവനത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ തേടുകയാണ് കരിവള്ളൂരിലെ ഒരു സംഘം വനിതകൾ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെ കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബിന്റെ നേതൃത്വത്തിലാണ് വനിതകൾ ഈ ഒരു സംരംഭം തുടങ്ങിയിരിക്കുന്നത്. അതിജീവനത്തിന്റെ പുതിയ മേച്ചിൽപ്പുറങ്ങൾ കണ്ടെത്തി വിജയം കൊയ്യുകയാണ് കരിവള്ളൂരിലെ ഒരു സംഘം വനിതകൾ. കരിവള്ളൂർ സർവീസ് സഹകരണ ബാങ്കിന്റെയും കൃഷിഭവന്റെയും കീഴിലുള്ള ഫാർമേഴ്സ് ക്ലബ്ബാണ് ഇവർക്ക് പരിശീലനം നൽകിയതും ഉൽപ്പാദിപ്പിച്ച തൈകൾ വിതരണം ചെയ്യുന്നതും. വീട്ടമ്മമാർക്ക് ഒരു വരുമാനവും പ്രദേശത്തിന് ആവശ്യമായ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുകയുമാണ് ലക്ഷ്യമെന്ന് ഫാർമേഴ്സ് ക്ലബ്ബ് സെക്രട്ടറി കാന ഗോവിന്ദൻ പറയുന്നു. 10ഓളം വീട്ടമ്മമാർ പങ്കെടുത്ത ക്യാമ്പിൽ നിന്നും പരിശീലനം നേടിയവരാണ് ഒരു ഉപതൊഴിൽ എന്ന നിലയിൽ തൈകൾ ഉൽപ്പാദിപ്പിച്ച് വിജയപാതയിൽ എത്തിക്കഴിഞ്ഞത്. ഈ തൈ കൊണ്ടുപോയിട്ട് പച്ചക്കറി ഉൽപ്പാദനം തുടങ്ങിയിട്ടുണ്ട്. അതാണ് എനിക്ക് ഏറ്റവും വലിയ ഒരു സന്തോഷം, ഈ തൈ ആക്കുന്നതിൽ തന്നെ. ഇപ്പം നമ്മളെ ചുറ്റുപാടുള്ളവർ പച്ചക്കറി തൈ കൊണ്ടും ആക്കും. പിന്നെ ഇക്കോ ഷോപ്പിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്. നല്ല ഗുണനിലവാരമുള്ള പച്ചക്കറി തൈ ഉൽപ്പാദിപ്പിച്ച് കർഷകർക്ക് യഥാസമയത്ത് മാന്യമായ വിലക്ക് അവരെ കൈകളിൽ എത്തിക്കുക. അങ്ങനെ പച്ചക്കറി കൃഷിയുടെ തക്കാളി, വെണ്ട, കാബേജ് തുടങ്ങി നിരവധി പച്ചക്കറി തൈകൾ ഇവർ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. 10,000 തൈകൾ ഇതിനകം വിറ്റ് കഴിഞ്ഞതായും ഇവർ പറയുന്നു. അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങളാണ് ഇവിടെ ഉൽപ്പാദിപ്പിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, കരിവള്ളൂർ. രാമന്തളി വില്ലേജ് പരിധിയിൽപ്പെട്ട ചെരിച്ചൽ എന്ന സ്ഥലത്ത് നിന്നും അനധികൃതമായി ചെങ്കൽ ഖനനം നടത്തിയ ഒരു JCBയും 5 ടിപ്പറുകളും റവന്യൂ അധികൃതർ പിടികൂടി. പിടിച്ചെടുത്ത വാഹനങ്ങൾ പയ്യന്നൂർ പോലീസിന് കൈമാറി. ഒരു JCBയും 5 ടിപ്പറുകളുമാണ് പിടികൂടിയത്. പയ്യന്നൂർ തഹസിൽദാർ ബാലഗോപാലന്റെ നിർദ്ദേശപ്രകാരം ഡെപ്യൂട്ടി തഹസിൽദാർമാരായ ശശി സുധാകരൻ, രാമന്തളി വില്ലേജ് ഓഫീസർ സുധീർ കുമാർ,
സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ ഗോപിനാഥൻ, വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് വിനോദ് എന്നിവരാണ് റെയ്ഡിന് നേതൃത്വം നൽകിയത്. പിടിച്ചെടുത്ത വാഹനങ്ങൾ പയ്യന്നൂർ പോലീസിന് കൈമാറി. നെറ്റ്വർക്ക് ന്യൂസ്, പയ്യന്നൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാങ്കോൽ ആലപ്പടമ്പ പഞ്ചായത്തിൽ LDFിലെ 2 സ്ഥാനാർത്ഥികൾ എതിരില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടു. 9ാം വാർഡിലെ EC സതിയും 11ാം വാർഡിലെ K പത്മിനിയുമാണ് എതിരാളികളില്ലാതെ തെരഞ്ഞെടുക്കപ്പെട്ടത്. പയ്യന്നൂർ നഗരസഭയിലെ മുഴുവൻ വാർഡുകളിലെയും UDF സ്ഥാനാർത്ഥികൾ പത്രികാ സമർപ്പണം പൂർത്തിയാക്കി. പയ്യന്നൂരിൽ ആം ആദ്മി പാർട്ടിയും തിരഞ്ഞെടുപ്പ് ഗോതയിൽ. പ്രതിഷേധം ശക്തമാക്കി DYFI. പാലാരി വട്ടപ്പാലം അഴിമതിയുമായി ബന്ധപ്പെട്ട് അറസ്റ്റിലായ ഇബ്രാഹിം കുഞ്ഞിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. തൃക്കരിപ്പൂരിൽ ഇബ്രാഹിം കുഞ്ഞിന്റെ കോലം കത്തിച്ചു. ഇബ്രാഹിം കുഞ്ഞിനെ അറസ്റ്റ് ചെയ്തത് ഇടത് സർക്കാരിന്റെ പ്രതികാര നടപടിയെന്ന് UDF. പ്രതിഷേധിച്ച് UDF തൃക്കരിപ്പൂരിൽ പ്രതിഷേധ പ്രകടനം നടത്തി. വലതുപക്ഷ പിന്തിരിപ്പൻ ശക്തികളും വർഗീയവാദികളും മുഖം മൂടിയഴിഞ്ഞ് ഇടതുപക്ഷത്തെ നേരിടാനെത്തുമെന്ന് നമുക്കറിയാം. ഇത്തവണയും തെക്ക് പാലാ മുതൽ വടക്ക് മഞ്ചേശ്വരം വരെയുള്ള സ്ഥാനാർത്ഥികളുടെ വോട്ടഭ്യർത്ഥന കരിവള്ളൂർ രാജന്റെ ശബ്ദത്തിലൂടെ. തെരഞ്ഞെടുപ്പ് കാലം കൂടിയെത്തിയതോടെ അനൗൺസ്മെന്റ് രംഗത്തെ കുലപതി കരിവള്ളൂർ രാജന്റെ പ്രചരണ ശബ്ദം മുഴങ്ങിത്തുടങ്ങി. കോവിഡ് നിയന്ത്രണങ്ങളിൽ ജീവിതതാളം തെറ്റി സംഗീത മേഖലയിലെ കലാകാരന്മാർ. കഴിഞ്ഞ 8 മാസക്കാലമായി വരുമാനം നിലച്ചതോടെ കലാകാരന്മാരിൽ വലിയൊരു വിഭാഗം തീരാ ദുരിതത്തിൽ. 5 വിദ്യാർത്ഥികളെങ്കിലും ഉൾപ്പെടുത്തി വിദ്യാലയം പ്രവർത്തിക്കാൻ അനുവദിക്കണമെന്ന് സംഗീത നൃത്തരംഗത്തെ കലാകാരന്മാർ. കന്നുകാലികളിൽ ചർമ്മമുഴ രോഗം വ്യാപകമാവുന്നു. കരിവള്ളൂർ പെരളം ഗ്രാമപഞ്ചായത്തിൽ മാത്രം 100ഓളം പശുക്കൾക്ക് രോഗബാധയുണ്ടെന്ന് കണക്ക്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ പൂർണ്ണകായ ശില്പമൊരുക്കി പ്രശസ്ത ശില്പി ചിത്രൻ കുഞ്ഞിമംഗലം. വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ ചിത്രവും ചിഹ്നവും പേനയിൽ ഉൾപ്പെടുത്തി പുതിയ വിപണന രീതി കണ്ടെത്തി ഭിന്നശേഷിക്കാർ. ന്യൂസ് അവർ പൂർണ്ണമാകുന്നു. നമസ്കാരം.